കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നതിലെ ഗുരുതരമായ അനാസ്ഥയുടെ കാഴ്ചകളിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രവീൺ പുരുഷോത്തമനും അലി അക്ബർ ഷായും അർജുൻ മട്ടന്നൂരും വിവരങ്ങളുമായി ചേരും. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്കാണ് പോകുന്നത്. പ്രവീൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നോ രണ്ടോ അനാസ്ഥയല്ല, 2013 റിപ്പോർട്ട് വന്നതാണ് കെട്ടിടത്തിന് ബലക്ഷമയുണ്ടെന്ന്. പിന്നീടും രോഗികളെ ആ പഴയ കെട്ടിടത്തിൽ തന്നെ നിലനിർത്തി എന്നത് വലിയ അനാസ്ഥയാണ്. കെട്ടിടം പൊളിഞ്ഞു വീഴുന്നൊരു സാഹചര്യത്തിൽ വരെ അത്രയധികം 70ഓളം രോഗികളെ അവിടെ പാർപ്പിച്ചിരുന്നു. അത്രയധികം അനാസ്ഥ ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകളെ, അവരുടെ കൂട്ടിരിപ്പുകാരുടെ സുരക്ഷ അവർ കണക്കിലെടുത്തതേയില്ല. ആശുപത്രി അധികൃതർ ഒരിക്കൽ പോലും ആ രോഗികളോട് ആ ശുചിമുറി ഉപയോഗിക്കരുതെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഈ അപകടം നടന്നതിന് ശേഷവും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപകടം നടന്നതിനും ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത നമ്മൾ കണ്ടതേയില്ല. ഒരാളെ കാണാനില്ല എന്ന് തന്നെ ആദ്യം നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. അപ്പോൾ പോലും തിരച്ചിലിനായോ രക്ഷാപ്രവർത്തനത്തിനായോ ഒരു വേഗം നമ്മൾ ആ സംഭവ സ്ഥലത്ത്, അപകട സ്ഥലത്ത് കണ്ടതേ ഇല്ല എന്നാണ് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഞെട്ടലോടെ കേൾക്കുന്നത്. ആ ജീവൻ നഷ്ടമായത് ആ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന നവമിയുടെ അമ്മ ബിന്ദുവിൻ്റെ മരണവാർത്തയാണ്. ബിന്ദു മാത്രമല്ല, ഒട്ടനവധി പേരാണ് നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒരു വിങ്ങലായി, ഒരു വേദന, വലിയൊരു ഞെട്ടലോടെ തന്നെയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 മന്ത്രിമാർ ഇപ്പോഴും തുടരുകയാണ്. അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മന്ത്രി വി.എൻ. വാസവൻ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ഇവർ രണ്ടുപേരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇവിടെ പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ട്. അവർ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. 2 മന്ത്രിമാരുടെയും അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങൾ നാം നേരത്തെ കേട്ടുകഴിഞ്ഞു. നേരത്തെ 2 മന്ത്രിമാരും അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യത്തെ സമയത്ത് ഇങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു സംഭവമാണെന്ന് തങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ മന്ത്രി വി.എൻ. വാസവൻ പറയുന്നുണ്ട് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു എന്നുള്ളത്. ഇപ്പോഴും 2 മന്ത്രിമാരുമുണ്ട്. അവർ അല്പസമയത്തിനകം മാത്രമേ മടങ്ങി പോവുകയുള്ളൂ. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മിതിയാണ്. നമുക്കിപ്പോൾ കാണാം, ഇവിടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ കോംപ്ലക്സിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ എതിർവശത്ത് തന്നെയാണ് ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസും എന്നുള്ളത്. ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള വഴി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം മനസ്സിലാക്കിയിടത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇടുങ്ങിയ വഴികൾ, ഇടുങ്ങിയ ഇടനാഴികൾ, പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത് പ്ലാനിങ്ങോട് കൂടിയല്ല എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ അവിടെ ആ ശുചിമുറിക്ക് സമീപം, അല്ലെങ്കിൽ ആ ശുചിമുറി ഇടിഞ്ഞു വീണു എന്ന് നാം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത് നാം കേട്ടതാണ്. പിന്നീട് അവിടെ സംഭവിച്ചത് മന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ പറയുന്നു അവിടെ വലിയ അത്യാഹിതമൊന്നുമല്ല സംഭവിച്ചത്, 2 പേർക്ക് പരിക്കുണ്ട്, ആ പരിക്ക് വലിയ പരിക്കല്ല എന്നും മന്ത്രി തന്നെ പറയുന്നു. സ്വാഭാവികമായും ഔദ്യോഗികമായി ഒരു മന്ത്രി, അതും ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയുമ്പോൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ അത് അഗ്നിരക്ഷാ സേനയാണെങ്കിലും മറ്റ് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചാണെങ്കിലും ഒരു മന്ത്രി അക്കാര്യം അത്ര ലാഘവത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ അഗ്നിരക്ഷാ സേനയും ഒപ്പം തന്നെ JCBയും ഒക്കെ വളരെ വൈകിയാണ് ഇവിടെ എത്തിയത്. ഈ JCB കടന്നുപോയ വഴികളിലൂടെ ഞാനൊന്ന് സഞ്ചരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേവലം ഈ റോഡിന്റെ അത്രയും മാത്രം വീതിയുള്ള, അതും രോഗികൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ മുറികളിലുള്ള ആ വഴികളിലൂടെയാണ് JCB കടന്നു പോകേണ്ടി വന്നത്. അപ്പോൾ രാവിലെ ഒരു അപകടം നടന്നതിന് ശേഷം പിന്നീട് അതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കി മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് 3 JCB അങ്ങോട്ടേക്ക് വന്നത്. അതായത് ഇവിടെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളുടെ, ഇപ്പോഴും പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവിടേക്ക് എങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയും, അല്ലെങ്കിൽ JCB ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെ എത്താൻ കഴിയും? ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങോടും കൂടിയല്ല കെട്ടിടങ്ങൾ പണിയുന്നത് എന്ന ഒരു വിമർശനം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ രക്ഷാപ്രവർത്തകരെ അല്ലെങ്കിൽ ആശുപത്രി അധികരെ, പോലീസിനെയും ഒക്കെ ഈ മരണപ്പെട്ട ബിന്ദുവിന്റെ ബന്ധുവാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് തങ്ങളുടെ ഒരാളെ കാണാതായിട്ടുണ്ട്, തങ്ങൾക്ക് സംശയമുണ്ട് ആ ശുചിമുറിയുടെ ഭാഗത്തുണ്ടോ എന്ന്. അങ്ങനെ സംശയം പ്രകടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിലേക്ക്, അതും ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയതെന്ന് ബന്ധു തന്നെ പറയുന്നു. പിന്നീട് ബിന്ദുവിന്റെ ബന്ധുക്കൾ ഇവിടെ വന്നിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ ആ സമയം അത്രയും നിന്നത്. അതൊക്കെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചും വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമായി പോയി. ഏതായാലും 2 മന്ത്രിമാരും ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിക്കകത്ത് തന്നെയുണ്ട്. 2 മന്ത്രിമാരും അല്പസമയം മുമ്പ് വിശദീകരണം നടത്തിയിരുന്നു. മന്ത്രി വി.എൻ. വാസവനും സമാന രീതിയിലുള്ള വിശദീകരണം തന്നെയാണ് നടത്തിയത്. അതായത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന തങ്ങൾ നടത്തി, അതിന്റെ എത്രമാത്രം അവിടെ ഒരു അപകട സാധ്യത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മന്ത്രിമാർ പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതർക്ക് അത് അറിയാമായിരുന്നില്ലേ, അല്ലെങ്കിൽ അവിടെ ആ ശുചിമുറി ഇപ്പോഴും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്? നമുക്കറിയാം
സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ കോളേജുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് രോഗികളാണ്, കൂട്ടിരിപ്പുകാരും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഒരു കെട്ടിടം പഴയതാണെന്ന് കണ്ട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടെ ഏതെങ്കിലും ശുചിമുറി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കൂട്ടിരിപ്പുകാരെങ്കിലും അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ തങ്ങിയായിരിക്കും ഇവിടെ തുടർ ചികിത്സയും കാര്യങ്ങളും ഒക്കെ തുടരുക. ഈ കൂട്ടിരിപ്പുകാർക്കും അത്രയും നാൾ ഇവിടെ കഴിയേണ്ടി വരും. ആളുകളുടെ എണ്ണമൊക്കെ കൂടുതലാണ്. അപ്പോൾ രാവിലെ ശുചിമുറിയിലൊക്കെ പോകണമെങ്കിൽ ഒഴിവുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അത് പഴയ കെട്ടിടമാണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് രോഗികളുടെ കൂട്ടിരിപ്പുകാർ എത്താനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഈ ആശുപത്രി അധികാരികൾ തീർച്ചയായിട്ടും പ്രവീൺ ഒരു വലിയ അനാസ്ഥ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം നമുക്കറിയാം ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം മന്ത്രിമാർ നടത്തിയ പ്രതികരണം, മന്ത്രി വി എൻ വാസവനും ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ അതെന്താണ് സംഭവിച്ചതെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കുന്ന മുൻപ് തന്നെ അടച്ചിട്ടിരിക്കുന്ന കെട്ടിടമെന്നാണ് അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നമ്മൾ ആദ്യം മുതൽ കണ്ടിരുന്നത്. അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.